ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ക്രിസ്തു എന്ന്. അപ്പൊ ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഈ മർമ്മം ദൈവം യേശു ക്രിസ്തുവിലൂടെയും പൗലോസ്ലിഹായിലൂടെയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഈ ക്രിസ്തുവിൽ മറഞ്ഞു കിടന്ന മർമ്മം പൗലോസ്ലിഹായിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഈ മർമ്മം ഈ പൗലോസ്ലിഹ വെളിപ്പെടുത്തിയ ഈ മർമ്മം എന്തായിരുന്നു? അതാണ് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പൊ യഥാർത്ഥത്തില് ഈ മർമ്മം ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഈ ക്രിസ്തു എന്ന മർമ്മം പൗലോസ്ലിഹയും യേശുവും ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കൊടുത്തത് എന്താണ്? ഈ നമ്മൾ ഓരോരുത്തരും, ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ക്രിസ്തുവിൽ ഏക ശരീരമായി തീർന്ന്, അങ്ങനെ യേശുവിലൂടെ നമ്മൾക്ക് ക്രിസ്തുവിനെ ലഭിച്ച്, അങ്ങനെ ക്രിസ്തുവുമായി നമ്മൾ ഏക ശരീരമായി തീർന്ന്, അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാകണം എന്നുള്ളതാണ്. അത് സുവിശേഷത്തിലൂടെയാണ്. അപ്പൊ സുവിശേഷത്തിലൂടെ നമ്മൾ ക്രിസ്തുവുമായിട്ട് ഏക ശരീരമായി തീരണം. അതുപോലെ ദൈവം ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ വെളിപ്പാട് പുസ്തകം വരെ പറഞ്ഞിരിക്കുന്ന ഈ ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളിലും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും പങ്കാളികളായി തീരണം. ഇതാണ് ദൈവത്തിൽ മറഞ്ഞു കിടന്ന ആ മർമ്മം. ആ മർമ്മമാണ് പൗലോസ്ലിഹ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. ആ മർമ്മം ഒന്നോടെ ഞാൻ പറയാം. നമ്മളെല്ലാവരും സുവിശേഷത്തിലൂടെ ക്രിസ്തുവുമായിട്ട്, യേശുവിലൂടെ നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ ലഭിച്ച് നാം ക്രിസ്തുവുമായി ഏക ശരീരമായി തീരണം. അങ്ങനെ നമ്മൾക്ക് ദൈവത്തിന്റെ അങ്ങനെ നമ്മൾ ഏക ശരീരസ്ഥരായി തീർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള ശത്രുത ഇല്ലാതെയാകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്, മനുഷ്യരെല്ലാവരും പാപം ചെയ്ത് ദൈവിക തേജസ് നഷ്ടപ്പെടുത്തി അങ്ങനെ ദൈവവുമായിട്ട് ശത്രുതയിലാണ്. ഈ ശത്രുത നീക്കുന്നത് ക്രിസ്തുവാണ്. അങ്ങനെ എങ്ങനെയാണ് ഈ ക്രിസ്തു ശത്രുത നീക്കുന്നത്? അത് നമ്മള് യേശുവിലൂടെ, ഈ സുവിശേഷം കേട്ട് യേശുവിലൂടെ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മൾ ക്രിസ്തുവുമായി ഏക ശരീരമായി തീർന്ന് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പങ്കാളികളാകണം. ഇതാണ് ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം. ഇതാണ് പൗലോസ്ലിഹായിലൂടെ ലോകത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ മർമ്മം ലോകം ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ വാഗ്ദാനം, ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഈ വാഗ്ദാനം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കർമ്മത്തിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുകയില്ല. നമ്മള് എല്ലാ ദിവസവും പള്ളിയിൽ പോയതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മള് കുർബാനയിൽ പങ്കെടുത്തതുകൊണ്ടോ, അല്ലെങ്കിൽ മോസ്കില് പോയതുകൊണ്ടോ, അമ്പലങ്ങളിൽ പോയതുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മള് എല്ലാ ഞായറാഴ്ചയും ആരാധന നടത്തിയത് കൊണ്ടോ ഒന്നും നമുക്ക് ഈ ദൈവത്തിൽ മറഞ്ഞു കിടന്ന ആ ദൈവത്തിന്റെ വാഗ്ദാനമായ ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ക്രിസ്തുവിനെ സ്വന്തമാക്കണമെങ്കിൽ നാം സുവിശേഷത്തിലൂടെ, യേശുവിലൂടെ, യേശുവും ശിഷ്യന്മാരും നമ്മളെ പഠിപ്പിച്ച ആ സുവിശേഷത്തിലൂടെ നമ്മൾ ക്രിസ്തുവിനെ സ്വന്തമാക്കി ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലെ നമ്മൾ പങ്കാളികളായി തീരണം. അതിനാണ് ദൈവം ഈ കാലഘട്ടത്തിൽ, ഈ അവസാന കാലഘട്ടത്തിൽ തന്റെ പുത്രൻ മുഖാന്തരം ദൈവത്തിൽ മറഞ്ഞു കിടന്ന ആ മർമ്മം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. വീണ്ടും നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ അതിന്റെ 1-ാം അധ്യായം 9-ഉം 10-ഉം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വാക്യം ഇങ്ങനെയാണ്: അവനിൽ താൻ മുൻ നിർണയിച്ച പ്രകാരം തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ഈ ക്രിസ്തു എന്ന മർമ്മം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഈ വെളിപ്പെടുത്തി കൊടുത്തത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം ക്രിസ്തുവിലൂടെ ഒന്നായി തീരണമെന്നാണ്. നമുക്കറിയാം, ഈ സ്വർഗത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മള് ദൈവത്തിന്റെ ആലയമായി തീർന്നാൽ നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് ദൈവം വസിച്ചു കഴിഞ്ഞാൽ നമ്മള് സ്വർഗമായി
അപ്പൊ നമ്മള് ഉള്ളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ളതുമായി തീരണം. അപ്പൊ ഇത് രണ്ടും ഒന്നായി തീരണം. നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മനുഷ്യനും പുറമെയുള്ള ജഡിക മനുഷ്യനും ക്രിസ്തുവിൽ ഒന്നായി തീരുന്നതാണ് ഈ മർമ്മം. അത് നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം ഇതായിരുന്നു, ഭൂമിയിലും സ്വർഗത്തിലുമുള്ളത് എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കണം. അങ്ങനെ ക്രിസ്തുവിലൂടെ ഭൂമിയിലും സ്വർഗത്തിലുമുള്ളത് ഒന്നായി തീരുവാൻ വേണ്ടിയിട്ടാണ് കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നാൽ ഇന്ന് ലോകത്തിന് ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശുവിനെ മാത്രമേ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുന്നുള്ളൂ. എന്നാൽ യേശുവിലൂടെ നമുക്ക് ക്രിസ്തുവിനെ ലഭിച്ച് യേശു എങ്ങനെ ക്രിസ്തുവായി തീർന്നുവോ, എങ്ങനെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളില് യേശു പങ്കാളിയായി തീർന്നുവോ, അതുപോലെ നാം ഓരോരുത്തരും യേശുവിനെ പോലെ ഈ ദൈവിക വാഗ്ദാനങ്ങൾ പ്രാപിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ പ്രാപിച്ചെടുക്കണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മള് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇനി നമ്മള് എന്തിനാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ദൈവം ഈ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് എന്തിനാണ്? അതാണ് അതിന്റെ വേറൊരു മർമ്മം. അത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 30-ാം വാക്യത്തിലൂടെ നമുക്ക് വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പൊ നിങ്ങളോ അവനാൽ, നമ്മൾ ഓരോരുത്തരും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും അവനാൽ, അവനാൽ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ, ദൈവമാണ് നമ്മളെ ആകർഷിച്ച് പുത്രന്റെ അടുത്ത് എത്തിക്കുന്നത്. അതാണ് യേശു പഠിപ്പിച്ചത്: എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല. അപ്പൊ പുത്രന്റെ അടുത്ത് ഒരു വ്യക്തി വരുന്നത് ദൈവം അവനെ ആകർഷിച്ച് പുത്രന്റെ അടുത്ത് എത്തിക്കുന്നതാണ്. അങ്ങനെ പുത്രന്റെ അടുത്ത് ദൈവം ഒരു വ്യക്തിയെ പുത്രന്റെ അടുത്ത് എത്തിക്കുന്നത് ഈ ദൈവത്തിൽ നിന്ന്, ഈ പുത്രനാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് 4 കാര്യങ്ങളാണ് അവൻ നമുക്ക് വാങ്ങി തരുന്നത്. ഒന്നാമതായി ദൈവത്തിൽ നിന്ന് ജ്ഞാനം വാങ്ങി തരുന്നു. ജ്ഞാനം നമുക്കറിയാം, ജ്ഞാനം ക്രിസ്തുവാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം നേടിത്തരുന്നു. ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോഴാണ് ദൈവത്തിന്റെ നീതി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ നീതി മനസ്സിലാകുന്നു. അങ്ങനെ ഈ ദൈവത്തിന്റെ നീതി ഒരു വ്യക്തി സ്വന്തമാക്കുമ്പോൾ ദൈവം അവനെ വിളിച്ചിരിക്കുന്നത് എന്റെ നീതിമാൻ എന്നാണ്. അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തില് ആ വചനം കിടക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നീതിമാനായി തീരണമെങ്കിൽ ദൈവത്തിന്റെ നീതി നമ്മളിൽ വരണം. അങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ നീതി, ശുദ്ധീകരണം. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ നീതിയും ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോഴാണ് അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിക്ക് ദൈവം വീണ്ടെടുപ്പ് നൽകുന്നു, അല്ലെങ്കിൽ അവന് നിത്യത നൽകുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് പുത്രൻ നമുക്ക് വാങ്ങിത്തരുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു വാങ്ങിത്തരുന്നത് ഒന്നാമതായി ദൈവത്തിന്റെ ജ്ഞാനം, രണ്ടാമത്തേത് ദൈവത്തിന്റെ നീതി, മൂന്നാമത്തേത് വിശുദ്ധീകരണം. അങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ നീതിയും ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ് അവൻ ദൈവത്തിന്റെ വിശുദ്ധനായി തീരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിമാനായി തീരുന്നത്. അങ്ങനെ ദൈവത്തിന്റെ നീതിമാനായി തീരുന്ന വ്യക്തിയാണ് ദൈവം വീണ്ടെടുക്കുന്നത്, അല്ലെങ്കിൽ അവനാണ് ദൈവം നിത്യതയിലേക്ക് പ്രവേശനം നൽകുന്നത്. അപ്പോ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. ക്രിസ്തുവിനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ലഭിക്കുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ രക്ഷ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിലൂടെയാണെന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിന്റെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൽ മറഞ്ഞു കിടന്ന ദൈവത്തിന്റെ മർമ്മം ദൈവം ലോകത്തിനെ വെളിപ്പെടുത്തി കൊടുത്തത്. ഇനി ഈ രക്ഷയിലേക്ക് ദൈവദൂതന്മാർ വരെ കുനിഞ്ഞു നോക്കുന്നു, അല്ലെങ്കിൽ ദൈവദൂതന്മാർ വരെ എത്തി നോക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്കത് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ ആ വചനം മനസ്സിലാക്കാം. ആ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്?
നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഈ കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾക്കറിയാം, പ്രവാചകന്മാരിലൂടെ ദൈവം ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ ആ പ്രവാചകന്മാരും ഈ രക്ഷ എന്നത്തേക്കാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ രക്ഷ വരുന്നതെന്ന് അവര് അന്വേഷിച്ച് ആരാഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്ന് ദൈവം അവരെ ഗ്രഹിപ്പിച്ചത് ഈ രക്ഷ നിങ്ങൾക്കായിട്ടല്ല, ഇത് നമുക്ക് വേണ്ടിയിട്ട്, ഈ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഈ രക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർക്ക് അവരിലുള്ള ക്രിസ്തുവിനെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് വചനം പറയുകയാണ്, ആ രക്ഷയിലേക്ക് ദൈവദൂതന്മാർ വരെ കുനിഞ്ഞു നോക്കുവാൻ അല്ലെങ്കിൽ എത്തി നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വെളിപ്പെട്ടത് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് വളരെ കഷ്ടങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ ഈ കഷ്ടങ്ങൾക്ക് ശേഷം അവർക്ക് വരുവാനിരിക്കുന്നത് വലിയൊരു മഹിമ അല്ലെങ്കിൽ വലിയൊരു തേജസ്സാണ് എന്നാണ് വചനം അവർക്ക് അന്ന് വെളിപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും ക്രിസ്തുവിലൂടെ ഈ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷ സ്വീകരിക്കുകയും നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു തേജസ് നാം എല്ലാവരും നേടിയെടുക്കുവാനും വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ നമുക്കെല്ലാവർക്കും ഈ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ രക്ഷ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. നമ്മളറിഞ്ഞ ഈ രക്ഷ നമുക്ക് മറ്റുള്ളവർക്കും പങ്കുവെച്ച് അവരെയും ക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷയിലേക്ക് നമുക്ക് അവരെയും നയിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ആ ക്രിസ്തുവിന്റെ ആ രക്ഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.